വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ സർവീസ് ഇതിലെ സെക്കൻഡ് മൊഡ്യൂളാണ്, വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റൈസേഷൻ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഒന്ന്, എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ വെഞ്ചർ ക്യാപിറ്റൽ? എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? Money provided by professionals who invest alongside management in young, rapidly growing companies that have the potential to develop into significant economic contributors. അപ്പോൾ ഈ പറയുന്ന പ്രൊഫഷണൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചില കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. എങ്ങനത്തെ കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇവർ ഭാവിയിൽ വലിയൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യും എന്ന് ഉറപ്പുള്ള ചില കമ്പനീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊഫഷണൽസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യും എവിടെ? ഇങ്ങനെ പുതിയതായിട്ട് ഫോം ചെയ്ത കമ്പനീസിൽ. ഇനി എന്തൊക്കെയാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് ന്യൂ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ, ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പുതുതായിട്ട് ഫോം ചെയ്യുന്ന ഇൻഡസ്ട്രിക്കോ കമ്പനിക്കോ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് ലഭിക്കുകയാണ്. അതിലൂടെ ആ ഒരു ന്യൂ ഇൻഡസ്ട്രി തന്നെ ക്രിയേറ്റ് ആവുകയാണ്. ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ കമ്പനിയോ ഇൻഡസ്ട്രിയോ ഫോം ചെയ്യുമ്പോൾ അവിടെ കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഓൺട്രപ്രണോറിയൽ ടാലൻറ്റ് ആൻഡ് റീറ്റെയിൻ ദ ടാലൻറ്റ് ഇൻ ദ എക്കോണമി. ഇങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സുകൾ വളരും. അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു ബിസിനസ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യും, ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു ടാലൻറ്റ് നമ്മുടെ എക്കോണമി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയോ ആ ഒരു ഫണ്ടോ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പുറം നാട്ടിലേക്ക് പോകും. അതല്ലാണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം കാരണം അവർ ഇവിടെ തന്നെ നിൽക്കും. ആ ടാലൻറ്റ് ആ രാജ്യത്തിന് തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഇറ്റ് മേക്ക് അവർ നേഷൻ കോമ്പറ്റേറ്റീവ്, അല്ലേ? നേഷനെ ഒന്നുകൂടി കോമ്പറ്റേറ്റീവ് ആണ്. ആ ടാലൻസ് ഒക്കെ ഇന്ത്യ തന്നെ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന ആ ഒരു എക്കോണമീനെ കൂടുതൽ കോമ്പറ്റേറ്റീവ് ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. വെഞ്ചർ ക്യാപിറ്റൽ ക്രിയേറ്റ് ക്യാഷ് ഫ്ലോ ആൻഡ് റവന്യൂ. വെഞ്ചർ ക്യാപിറ്റലിലൂടെ കൂടുതൽ ക്യാഷ് ഫ്ലോയും അതുപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ ഇന്നോവേറ്റീവ്സ് ക്രിയേഷൻസിനൊക്കെ ഈ വെഞ്ചർ ക്യാപിറ്റൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെഞ്ചർ ക്യാപിറ്റൽ യൂസ് ചെയ്ത് കുറേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. R&Dയും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അടുത്ത സ്കോപ്പ് ഓഫ് VC. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ കവേർഡ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ ഏതൊക്കെ മേഖലയിലാണ് ഇവർ ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? സീഡ് ക്യാപിറ്റൽ ഫോർ ഇൻഡസ്ട്രിയൽ സ്റ്റാർട്ടപ്പ്. ഒരു പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് ഒരു സീഡ് ക്യാപിറ്റൽ, ആ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ന്യൂ ബിസിനസ് എറ്റ് വേരിയസ് സ്റ്റേജസ്. ആ ഒരു സീഡ് ക്യാപിറ്റൽ മാത്രം മതിയോ ബിസിനസ് മുന്നോട്ട് ചെയ്യാൻ? അല്ല, അവർക്ക് എന്ത് വേണം? അവരുടെ ഓരോ സ്റ്റേജിലും, ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും അവർക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണം. അങ്ങനെയുള്ള അഡീഷണൽ ക്യാപിറ്റൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് ബ്രിഡ്ജ് ഫിനാൻസ് ഓർ പ്രൊജക്ട് ഫിനാൻസിങ്. അവർക്ക് ബ്രിഡ്ജ് ഫിനാൻസിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നു. ലൈക്ക് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് പല പല പ്രൊജക്റ്റുകൾ ചെയ്യേണ്ടി വരും. ആ പ്രൊജക്റ്റുകൾ ചെയ്യാനും അവർക്ക് ഫിനാൻസ് വേണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജ് ഫിനാൻസോ അല്ലെങ്കിൽ പ്രൊജക്ട് ഫിനാൻസോ ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടിങ് ഫോർ ടേണിങ് അറൗണ്ട് എ സിക്ക് കമ്പനി. ഒരു സിക്ക് കമ്പനി എന്താണ്? ബിസിനസ് നടത്തി പൊളിഞ്ഞു പോയൊരു കമ്പനി അല്ലെങ്കിൽ ലോസ് വന്നൊരു കമ്പനിക്ക്, ആ കമ്പനിക്ക് ഒരു ടേണിങ് അറൗണ്ട് എന്താണ്? ആ സിക്ക് കമ്പനീനെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നു? വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റൽസ്, ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽസ്. ഇതൊക്കെയാണ് അവരുടെ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്തൊക്കെയാണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മേക്ക് ക്യാപിറ്റൽ ഗെയിൻ ബൈ സെല്ലിംഗ് ദ ഷെയർ വെൻ ദ ഫേം ബിക്കം പ്രോഫിറ്റബിൾ. അപ്പോൾ ഈ ഒരു വെഞ്ചർ ക്യാപിറ്റലിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇവർ ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ മേടിക്കും. എന്നിട്ട് ആ ഷെയർ എപ്പോഴാണോ പ്രോഫിറ്റബിൾ ആണോ, അവർക്കറിയാം ഈ ബിസിനസ് എന്താണ് ഭാവിയിൽ വളരെയധികം പ്രോഫിറ്റ് ഈൽഡ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അതിൻ്റെ ഷെയർ മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷെയർ, ആ ഒരു ബിസിനസ് എപ്പോഴാണോ ഏറ്റവും ടോപ്പിൽ പ്രോഫിറ്റബിളായി നിൽക്കുന്നത് ആ സമയത്ത് അവരെന്ത് ചെയ്യും? ആ ഷെയർ വിൽക്കാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. രണ്ടാമത്, ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ന്യൂ ഐഡിയാസ്. ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ എപ്പോഴും എന്താണ്? പുതിയ ഐഡിയാസിനെ ബേസ് ചെയ്തിട്ട്, പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ ഐഡിയാസിനെ ബേസ് ചെയ്താണ് എപ്പോഴും വെഞ്ചർ ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ഫണ്ട് ആൻഡ് ബിസിനസ് എക്സ്പെർട്ടൈസ് ആൻഡ് ആക്ട് ആസ് എ കോ പ്രൊമോട്ടർ.
ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനിക്ക് ഒരു ബിസിനസ് എക്സ്പേർട്ടിനെ പോലെ ആക്ട് ചെയ്യും. അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തൊരു എക്സ്പേർട്ടിനെ പോലെ അവിടെ നിൽക്കും. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ പ്രൊമോട്ടർ, ആരാണ് പ്രൊമോട്ടർ? ആ ബിസിനസ് ഫോം ചെയ്യുന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പ്രൊമോട്ടർക്ക് താങ്ങായിട്ട് ഒരു പ്രൊമോട്ടർ പോലെയും വെഞ്ചർ ക്യാപിറ്റൽ ആക്ട് ചെയ്യാറുണ്ട്. അടുത്തത്, ദേ പ്രൊവൈഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. നല്ല ഗ്രോത്ത് കാണുന്ന അല്ലെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രീസിൽ അവർ എന്ത് ചെയ്യുന്നു? ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇടുന്നത്. കാരണം എന്താണ്? അവർ പെട്ടെന്ന് തന്നെ ആ ബിസിനസ് നശിച്ചു പോകില്ല എന്ന് ആ ഒരു പ്രൊഫഷണൽസിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടായിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ദ റിസ്ക് ഓഫ് VC ഈസ് വെരി ഹൈ. അപ്പോൾ എന്താണ്? നമുക്കറിയാം, ഒരു പുതിയ ബിസിനസ്സാണ്, ഒരു പുതിയ ഇന്നോവേറ്റീവ് ബിസിനസ്സാണ്. ആ ഒരു ക്രിയേറ്റീവ് കാര്യം ചിലപ്പോൾ നമ്മുടെ എക്കോണമിയിൽ സക്സസ് ആവും, അതുപോലെ തന്നെ എന്ത് ചാൻസ് ഉണ്ട്? അത് ഫെയിലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിസ്ക്കും ലോസും ഉണ്ടാവും, അല്ലേ? റിസ്ക്കും പ്രോഫിറ്റും ബോത്ത് ഉണ്ടാവും, രണ്ടല്ലേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു VC എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും പ്രൊഫഷണൽസിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള കാര്യം നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അവർ പ്രതീക്ഷിച്ച പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ആ ബിസിനസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ കാശും പോയി. അതുകൊണ്ട് തന്നെ VC വളരെ റിസ്ക് എലമെൻറ്റ് കൂടിയ ഒന്നാണ്. ദേ ഓൾസോ പ്രൊവൈഡ് ഫിനാൻസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം ഫേംസ്. എന്താണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ? VC എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് വലിയ വലിയ ഇൻഡസ്ട്രിക്ക് മാത്രം കൊടുക്കുന്ന ഫണ്ടാണ്. അല്ല, ഈ പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ സ്മോൾ ആയിട്ടുള്ളതും മീഡിയം ഫേംസിനും അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവരാകെ നോക്കുന്നത് എന്താണ്? ഈ ഒരു ഫേമിന് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് ആണെന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള VCയുടെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ആണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ പോകണം നോക്കാം. വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ഫണ്ട് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എങ്ങനെയാണ് ഫണ്ട് കൊടുക്കുന്നത്? ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഫോമിലാണ് ഫണ്ട് കൊടുക്കുന്നത്. ഇൻ സം കേസസ് ദേ പ്രൊവൈഡ് ലോൺ വിച്ച് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ അറ്റ് എ ലേറ്റർ സ്റ്റേജ്. നേരത്തെ പറഞ്ഞു അവരെന്താ ചെയ്യണത്? ഷെയർ മേടിക്കും, ആ ഷെയർ ഭാവിയിൽ പ്രോഫിറ്റബിൾ ആകുമ്പോൾ മറച്ചു വെക്കും. അതാണ് VC ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ അവരെന്താണ്? അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ ഇൻടേൺ എന്താ മേടിക്കുന്നത്? ആ കമ്പനിയുടെ ഷെയർ ആണ്. അതുകൊണ്ടാണ് അവർ എന്ത് കൊടുക്കുന്നു? ഷെയർ ക്യാപിറ്റലാണ് അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റലാണ് അവിടെ അവർ കൊടുക്കുന്നത് ഫണ്ട്. ഇനി ഇൻ കേസ് അവർ ലോണാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ലോണിനെ പിന്നീട് ലേറ്റർ സ്റ്റേജിൽ അതിന് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെന്താക്കും? അതിനൊരു ഇക്വിറ്റി ഷെയർ ആയിട്ട് പിന്നീടുള്ള സ്റ്റേജുകളിൽ അതിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് മാറ്റും. VC provides seed capital which help the entrepreneur to get money in the early stage of project formulation. അതേപോലെ തന്നെ VC എന്ത് ചെയ്യുന്നുണ്ട്? സീഡ് ക്യാപിറ്റൽ, നേരത്തെ പറഞ്ഞ പോലെ സീഡ് ക്യാപിറ്റലും അവർ കൊടുക്കുന്നുണ്ട്. ആ സീഡ് ക്യാപിറ്റൽ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന കമ്പനിയുടെ പ്രൊജക്ട് ഫോർമുലേഷനൊക്കെ ഏർലി സ്റ്റേജ്, ബിസിനസ് ഫോം ചെയ്യുന്ന ആ ഏർലി സ്റ്റേജിൽ അവർ ആ ഒരു സീഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യും. അടുത്ത്, വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റലിന് എന്തും പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, എന്നാണ് ആ ഒരു കമ്പനി എക്സ്പാൻഡ് ആവുന്ന സമയത്ത്, വേറെ സ്ഥലത്തേക്കൊക്കെ എക്സ്പാൻഷൻ വരികയും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അവർ ആ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് ആ ഒരു കമ്പനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്താണ് സ്റ്റേജസ് ഓഫ് ഫിനാൻസിങ്. ഏതൊക്കെ സ്റ്റേജസ് ഓഫ് ഫിനാൻസിങ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ഏർലി സ്റ്റേജ് ഓഫ് ഫിനാൻസിങ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എപ്പോഴൊക്കെയാണ് ഈ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്നാമത്തെയാണ് ഏർലി സ്റ്റേജ് ഫിനാൻസിങ്. എന്താണ് ഏർലി സ്റ്റേജ് ഫിനാൻസിങ്? അതിൽ വരുന്നതാണ് സീഡ് ക്യാപിറ്റൽ, സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ, ഫസ്റ്റ് റൗണ്ട് ഫിനാൻസിങ്, സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ്. എന്താണ്? ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ടൈം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയ ആ ഒരു കാലഘട്ടം, ആ ടൈമിൽ കൊടുക്കുന്ന ഫിനാൻസിനാണ് ഏർലി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തെയാണ് സീഡ് ക്യാപിറ്റൽ. ആ ഒരു ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്ന ഫണ്ടിനാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഫോർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇനീഷ്യൽ മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു കമ്പനിയെ പറ്റിയുള്ള മാർക്കറ്റിംഗ്, ഇനീഷ്യൽ മാർക്കറ്റിംഗില്ലേ, അതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് റൗണ്ട് ഫിനാൻസിങ്. എന്താണ് ഫസ്റ്റ് റൗണ്ട് ഫിനാൻസിങ്? ക്യാപിറ്റൽ ഫോർ ഏർലി മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ്. ഏർലി നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ മേക്ക് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യണം. ആ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ ആരും മേടിക്കാൻ വരില്ല, അല്ലേ? അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള കാശൊന്നും ആ ഒരു ബിസിനസ്സിൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് വെഞ്ചർ ക്യാപിറ്റൽ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസിനുള്ള കാശും കൂടി അവർ പ്രൊവൈഡ് ചെയ്യും. അടുത്ത സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ്. ഫിനാൻസ് ഇസ് പ്രൊവൈഡഡ് വെൻ ദ പ്രൊഡക്റ്റ് ഈസ് ലോഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ് ബട്ട് നോട്ട് ഹാസ് ബിൻ ഏൺഡ് ഇനഫ് ടു മീറ്റ് ഫർദർ ക്യാപിറ്റൽ നീഡ്. ദിസ് സ്റ്റേജ് ഇസ് നോൺ ആസ് ഫ്ലഡ് സ്റ്റേജ്. സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ്ങിൻ്റെ വേറെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് ഫ്ലഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫ്ലഡ് സ്റ്റേജ്?
ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, മാർക്കറ്റിലെത്തി. പക്ഷേ മാർക്കറ്റിലെത്തിയെങ്കിൽ പോലും അടുത്ത ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യാനുള്ള ഫണ്ടൊന്നും ആ ഒരു പ്രൊഡക്റ്റിൽ, നമ്മൾ നേരത്തെ വിറ്റ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, മാർക്കറ്റിൽ എത്തുമ്പോൾ തന്നെ എല്ലാവരും വന്ന പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാനുള്ള ക്യാപിറ്റൽ അവരുടെ കയ്യില്ലാത്ത ഒരു സ്റ്റേജിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഒന്ന് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു സ്റ്റേജിനാണ് ഫ്ലെഡ്ജ്ഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ്, ഡെവലപ്മെൻറ്റ് ഫിനാൻസിങ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡൊക്കെ ആയി, ഒരുവിധം സെയിലൊക്കെ നടന്ന് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ സമയത്തിനാണ് ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ലേറ്റർ സ്റ്റേജ് ഫിനാൻസിങ്ങിൽ വരുന്ന ഒന്നാമത്തെയാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻസിങ്. എന്തിനു വേണ്ടിയാണ്? അഡീഷണൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത് കമ്പനീനെ ഒന്നുകൂടി ഡെവലപ്പ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്താണ് എക്സ്പാൻഷൻ ഫിനാൻസിങ്. എന്താണത്? ഫിനാൻസ് ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്പാൻഷൻ ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ ബ്രിഡ്ജ് ഫിനാൻസിങ് എന്നും പറയും. ഇത് വളരെ ലോ റിസ്ക് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള 1 to 3 ഇയർ ആക്കി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം. അടുത്താണ് റീപ്ലേസ്മെൻറ്റ് ഫിനാൻസ്. എന്താണ് റീപ്ലേസ്മെൻറ്റ് ഫിനാൻസ്? VCF വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് പ്രൊവൈഡ് ഫോർ ഫിനാൻസിങ് ഫോർ ഷെയർ. അപ്പോൾ ഷെയറൊക്കെ മേടിക്കാൻ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഷെയറൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഫിനാൻസിനാണ് റീപ്ലേസ്മെൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് അക്വിസിഷൻ ഓർ ബൈ ഔട്ട് ഓഫ് ഫിനാൻസിങ്. ഇവിടെ മെയിനായിട്ട് മാനേജ്മെൻറ്റ് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഫിനാൻസിങ് ആണ് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട്. മാനേജ്മെൻറ്റ് ബൈ ഔട്ട് ഉണ്ട്, മാനേജ്മെൻറ്റ് ബൈ ഇൻ ഉണ്ട്. മാനേജ്മെൻറ്റ് ബൈ ഔട്ടിനാണ് MBOs എന്ന് പറഞ്ഞിട്ടുള്ള, MBIs എന്നാണ് മാനേജ്മെൻറ്റ് ബൈ ഇൻസും. ഓക്കെ, ഇനി അടുത്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യണേ? നമ്മുടെ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി എന്തോരുണ്ട്, പിന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അവരുടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ഐഡിയാസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ഈ ഒരു ബിസിനസ് വരുമ്പോൾ ഉള്ള സോഷ്യൽ ബെനിഫിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിന് കസ്റ്റമേഴ്സിന് വിൻ ചെയ്യാനുള്ള കഴിവുണ്ടോ, അവർക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടോ, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അവർക്കൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോയിങ് കൺസേൺ ആണോ ഈ ബിസിനസ്, അതോ പെട്ടെന്ന് പൂട്ടിപ്പോവോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ ആ ഒരു ബിസിനസ്സിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സ്. എന്തൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സിൽ, എങ്ങനെയൊക്കെയാണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സ് വർക്കൗട്ട് ആവണമെന്ന് നോക്കാം. ഒന്നാമത്താണ് സെലക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ആദ്യം തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്രൈസൽ ഓഫ് ദ പ്രപ്പോസൽ. അപ്പോൾ എന്താണ് അപ്രൈസൽ ഓഫ് പ്രപ്പോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫീസിബിലിറ്റിയും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ഫിനാൻസിംഗ് ഒക്കെ വെച്ചിട്ട് ആ ഒരു പ്രപ്പോസലിനെ അപ്രൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പ്രപ്പോസൽ എന്ത് ചെയ്യും? വാലുവേറ്റ് ചെയ്യും. അത് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നൊക്കെ വാലുവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡീൽ സ്ട്രക്ചറിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈഡിങ് ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻ്റാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? ഇക്വിറ്റി വേണോ അതോ ഡെറ്റ് വേണോ, നമ്മൾ കടം കൊടുത്താൽ മതിയോ അതോ ഇക്വിറ്റി വേണോ, എന്താണ് വേണ്ടതെന്ന് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ തീരുമാനിക്കും. അടുത്തത് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ്. എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നറിഷിങ്, പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസുകൾ. അത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ്. ആ ഒരു വെഞ്ചർ ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? VC വിൽ സെൽ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു മേക്ക് പ്രോഫിറ്റ് ഓർ ലോസ്. അവർ ആ വേണ്ടിച്ച ഷെയർ, ഡെറ്റ് ആയിക്കോട്ടെ ഇക്വിറ്റി ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുന്നു? അവർ പിന്നെ മറച്ചു വെക്കുന്നു. ഇത്രയാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ആ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ. സ്ട്രക്ചർ ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. അപ്പോൾ ഒരു വെഞ്ചർ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കാം. ഒന്നാമത്തത് ഇറ്റ് ക്യാൻ ബി എ ട്രസ്റ്റ്, കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ്. ഒരു വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അതൊരു ട്രസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് വേണമെങ്കിൽ ആവാം. ഇറ്റ് ക്യാൻ ബി ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. ഒരു ലിമിറ്റഡ് പാർട്ണർഷിപ്പായിട്ടും വെഞ്ചർ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആയിട്ടും വേണമെങ്കിലും വെഞ്ചർ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എ പാർട്ട് ഓഫ് UTI സ്കീം ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ഡിവിഷൻ ഓഫ് ബാങ്ക്. ഒരു ബാങ്കിൻ്റെ ഡിവിഷനോ അല്ലെങ്കിൽ UTI സ്കീമിൻ്റെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിലും വെഞ്ചർ ക്യാപിറ്റലിനെ ഫോം ചെയ്യാം. ഇതൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ. ഇതൊക്കെയാവാം ട്രസ്റ്റോ കമ്പനിയോ ബോഡി കോർപ്പറേറ്റോ ആവാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയോ ആവാം, UTI സ്കീമിൻ്റെ ഒരു പാർട്ടാവാം, അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ഡിവിഷൻ ആവാം. ഓക്കെ, അത്രയാണ് വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അതിനടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്. or asset securitization is an innovative financial engineering mechanism developed during the past decade in the financial market for liquidity and fund enhancement. അപ്പോൾ ഇതൊരു ഡെറ്റ് അല്ലെങ്കിൽ
അസറ്റ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയതായ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസമാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്? നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഫണ്ട് എൻഹാൻസ് ചെയ്യാനാണ്. ഫ്രീ ഫ്ലോ ഭയങ്കര പെട്ടെന്ന് തന്നെ ഫണ്ട് നമ്മുടെ കയ്യിലേക്ക് അവൈലബിൾ ആവാൻ വേണ്ടി, ലിക്വിഡിറ്റി കൂട്ടാൻ വേണ്ടി, അതുപോലെ ഫണ്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട് സെക്യൂരിറ്റൈസേഷൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റൈസേഷൻ ഡെറ്റ് എന്ന സംഭവം കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ലോങ് ടേം ഇല്ലിക്വിഡ് അസറ്റ് ഇൻ ടു ലിക്വിഡ് അസറ്റ്. ഒരു ലിക്വിഡ് അസറ്റ് എന്താണ്? പെട്ടെന്ന് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അസറ്റിനെ പെട്ടെന്ന് തന്നെ എങ്ങനെ നമുക്കതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ലിക്വിഡ് അസറ്റായി കൺവേർട്ട് ചെയ്യാം എന്നതാണ് ഈ സെക്യൂരിറ്റൈസേഷൻ ഡെറ്റിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ നോൺ ആസ് സ്ട്രക്ചേർഡ് ഫിനാൻസ്. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റിൻ്റെ വേറെ പേരാണ് സ്ട്രക്ചേർഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സെക്യൂരിറ്റൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. കൺവേർട്ട് ഇല്ലിക്വിഡ് അസറ്റ് ഇൻ ടു ലിക്വിഡ് പോർട്ട്ഫോളിയോ ആൻഡ് എൻഹാൻസ് ഫാസ്റ്റസ്റ്റ് റിക്കവറി ഓഫ് ഫണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ്, ഇല്ലിക്വിഡ് അസറ്റിനെ ഒരു ലിക്വിഡ് അസറ്റാക്കി മാറ്റി അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഫണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. ബെറ്റർ ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ്. ഒരു ബെറ്റർ ബാലൻസ് ഷീറ്റ്, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മാനേജ്മെൻറ്റ് മെത്തഡായിട്ട് സെക്യൂരിറ്റൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഹയർ ക്രെഡിറ്റ് റേറ്റ് നമുക്ക് ഹയർ ആയിരിക്കും. കോസ്റ്റ് ഓഫ് ബോറോയിങ് വളരെ ലോ ആണ്. ഇങ്ങനത്തെ സെക്യൂരിറ്റൈസേഷൻ വരുമ്പോൾ കോസ്റ്റ് ഓഫ് ബോറോയിങ് വളരെ ലോ ആണ്. നമ്മുടെ ടൈലർ മെയ്ഡാണ്. ചെന്നർത്ഥം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ അസറ്റ് ക്ലാസ് ഓർ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു സെക്യൂരിറ്റൈസേഷനിലൂടെ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ റിസ്ക് എല്ലാം തന്നെ ഡൈവേഴ്സിഫൈ പോകും. ചെന്നർത്ഥം ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് എന്ന് വെച്ചെന്തർത്ഥം, എല്ലാ റിസ്ക്കും അവിടെ ഇങ്ങനെ സ്പ്ലിറ്റായി പോകും. അപ്പോൾ ഒറ്റയടിക്ക് റിസ്ക് വരാണ്ട് അതിങ്ങനെ ഡൈവേഴ്സ്ഡ് ആയിട്ടായിരിക്കും റിസ്ക് ഉണ്ടാവുക. ഓക്കെ, അടുത്താണ് ലിമിറ്റേഷൻ ഓഫ് സെക്യൂരിറ്റൈസേഷൻ. നമുക്ക് കൃത്യമായിട്ടുള്ള അവെയർനെസ് ഇല്ല, ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും തന്നെ ഇതിനെപ്പറ്റി ഒരു അവെയർനെസ് ഇല്ല. പിന്നെന്താണ്, എല്ലാ സ്റ്റേറ്റിലും ഒരേപോലത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് അല്ല, അല്ലെങ്കിൽ എല്ലാ കൺട്രിയിലും ഒരുപോലത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് അല്ല. ഇന്ത്യയിലുള്ള ആ ഒരു സംഭവം ആയിരിക്കില്ല വേറെ രാജ്യത്തുള്ള. അപ്പോൾ അതിൻ്റെ ഒരു യൂണിഫോമിറ്റി ഇൻ സ്റ്റാമ്പ് ഡ്യൂട്ടീസ് വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെന്താണ്, ലോങ് ടേം ഡെറ്റ് പേപ്പേഴ്സിന് വലിയ ഡിമാൻഡ് ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോ ട്രസ്റ്റിനോ ഒന്നും തന്നെ ഈ പറയുന്ന സെക്യൂരിറ്റൈസേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലിമിറ്റേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വെഞ്ചർ ക്യാപിറ്റലും സെപ്പറേറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്യൂരിറ്റൈസേഷൻ ഫുള്ളായിട്ട് ഏതാണ്ട് വരും. ചിലപ്പോൾ നമുക്ക് ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതും പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും മാക്സിമം കൊടുക്കുക. ഓക്കെ, ബൈ.